ഹലോ, എൻ്റെ പേര് സൗമ്യ കേട്ടോ. ഞാൻ നിങ്ങളോടൊരു ചെറിയ സ്റ്റോറി എന്താ പറയുക പറയാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറെ നല്ല ചെറിയൊരു ഹണ്ടിങ് സ്റ്റോറി. കുറച്ച് നർവസ് ആട്ടോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോയിൽ വരുന്നത്. അതിൻ്റെ ഒരു നർവസ്നെസ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് നാളുകൾക്കും ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പാണ് തോന്നുന്നു, ഞാനിങ്ങനെ ഇമിറ്റേഷൻ ജ്വല്ലറി, എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഇമിറ്റേഷൻ ജ്വല്ലറീസ് കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് സെർച്ച് ചെയ്യുന്ന ടൈമാണ്. മെയിനായിട്ടും നമ്മുടെ ഗോൾഡ് റേറ്റ് ഒക്കെ ഇത്രയും കൂടിയ സമയത്ത് കുറച്ചും കൂടി എന്താ പറയുക, ജ്വല്ലറി എന്നുള്ള രീതിയിലേക്ക് ഗോൾഡ് ഒത്തിരി തെന്നി മാറി. ജ്വല്ലറി വിട്ടിട്ട് അതൊരു സേവിങ്സ് ആയിട്ട് മാറി കൂടുതലും. കാരണം ഈ ജ്വല്ലറി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന മേക്കിംഗ് ചാർജസ് നമുക്ക് അതിൻ്റെ പകുതി ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ 1% ഉണ്ടെങ്കിൽ പോലും നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് ജ്വല്ലറി ഐറ്റംസ് നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളൊരു റിയാലിറ്റിയിലേക്ക് ആളുകൾ ഒരുപാട് ഇറങ്ങി വന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആൻറ്റി ടാർണിഷ് ഇത്രയും ട്രെൻഡിങ്ങിലേക്ക് വന്നത്. ഞാനും അതിലേക്ക് തന്നെ തിരിഞ്ഞു. കാരണം അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ നോർമൽ കോപ്പർ കവറിംഗ് എന്നുള്ളതിൽ, കോപ്പർ കവറിംഗ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഗോൾഡ് കവേർഡ് ജ്വല്ലറീസ് നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് കളർ പോവും. നമുക്കിങ്ങനെ ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നമുക്ക് അലർജിയുടെ പ്രശ്നമില്ല, വാട്ടർ പ്രൂഫാണ്, ഡെയിലി വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി ട്രെൻഡി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് അതിൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെട്ട ലൈഫ് ഉണ്ട്, മറ്റേതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ആൻറ്റി ടാർണിഷിന്. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ഒന്ന് ലോ ക്വാളിറ്റിയും ഹൈ ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോ ക്വാളിറ്റി വാങ്ങാൻ പണിയാവോ, പ്രശ്നമാവോ? അത് ഇപ്പോൾ റിട്ടേൺ പോളിസി ആണെങ്കിൽ തന്നെയാണെങ്കിലും മാക്സിമം 7 ദിവസം, അത് കഴിഞ്ഞ് കളർ പോയി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ബ്ലാക്ക് കളറായി എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ല പ്രോഡക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ല. സെയിം ഡിസൈൻ തന്നെ ഹൈ ക്വാളിറ്റിയും കിട്ടും, നമുക്ക് ലോ ക്വാളിറ്റിയും കിട്ടും. അപ്പം ഞാനും നോർമലി നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ തന്നെ ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ. അതിൽ തന്നെ ഞാനും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി. കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം അതൊരു ഡാമേജ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ ഏത് ജ്വല്ലറിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജ്വല്ലറി ആകുമ്പോൾ ഒത്തിരി എന്താ പറയുക, നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണെങ്കിലും നമ്മുടെ സെയിലേഴ്സിനാണെങ്കിലും ഒക്കെ അതൊക്കെ തന്നെ ഒരു വലിയ പ്രശ്നമാട്ടോ. അതൊക്കെ പോട്ടെ. പിന്നെ ഞാനത് വാങ്ങിയപ്പം എനിക്ക് പ്രൈസ് റേഞ്ച് വന്നത് ഒരു 1000 to 3000 എബവ് വരെ വന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര പൈസയാണ്, കുറച്ചും കൂടെ കൂട്ടിയാൽ വേണമെങ്കിൽ നമുക്ക് ഒത്തിരി അല്ലെങ്കിലും കുറച്ചെങ്കിലും ഗോൾഡ് വാങ്ങിച്ച് യൂസ് ചെയ്യാലോ എന്നൊക്കെ ഞാനും എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് ലോക്കൽ എന്താ പറയുക, ഒത്തിരി മാർക്കറ്റുകളിലല്ലാതെ ലോ ക്വാളിറ്റിയിലുള്ള ആൻറ്റി ടാർണിഷ് പ്രോഡക്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞ് അതും ഒന്ന് വാങ്ങി നോക്കി. അത് പക്ഷേ ഒരു 1-2 ആഴ്ച യൂസ് ചെയ്യുമ്പോഴത്തേനും അതൊരു ഒരു ബ്രൗൺ കളറിലേക്ക് മാറുന്നുണ്ട്. എന്താ പറയുക, ഒരു കളറൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അതിന് ക്വാളിറ്റി ഇല്ലാന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അത്യാവശ്യം ഹോൾസെയിൽ ഡീലേഴ്സായിട്ടൊക്കെ കുറച്ച് കണക്ഷൻസ് എനിക്ക് അതിനെ കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ജ്വല്ലറി അല്ല, വുമൺസ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കണക്ഷൻ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹോൾസെയിൽ ആയിട്ട് കുറച്ച് ജ്വല്ലറീസ് എടുത്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ എടുത്തപ്പോൾ ഞാൻ ഒരു ജ്വല്ലറി വാങ്ങിയ പ്രൈസിന് എനിക്ക് 3-4 ജ്വല്ലറീസ് വാങ്ങാനായിട്ട് പറ്റുകയും ചെയ്തു. അത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ക്വാളിറ്റി എനിക്ക് മെയിൻ ചെയ്ത് ബേസിക് ക്വാളിറ്റി